തിരുസഭ 83. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുലിഖിതമാണ്. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹായുടെ വലിയ ഒരു ജ്ഞാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് നമ്മളുമായി പങ്കുവയ്ക്കുക. ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കുന്ന അപകടകരമായ സാഹചര്യത്തെക്കുറിച്ച് ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ബന്ധങ്ങളും, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകുന്നത് ഇപ്രകാരമാണ്. നമ്മളെല്ലാം നല്ല ഉദ്ദേശത്തോടു കൂടി ആരംഭിക്കുന്നു. ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള വലിയ ഒരു ആഗ്രഹത്തോടു കൂടി ആരംഭിക്കുന്നു. ഒരുപക്ഷെ ചില ബന്ധങ്ങളൊക്കെ പ്രാർത്ഥനയിൽ, ആത്മീയതയിൽ വളരുവാനുള്ള ആ തീഷ്ണതയിൽ ആരംഭിക്കുന്നു. ചില വിവാഹബന്ധങ്ങൾ പോലും ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവസന്നിധിയിൽ ആത്മാവിൽ ആരംഭിക്കുന്നു. ചില ജോലി മേഖലകൾ സത്യസന്ധമായി ജോലി ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നല്ല ജോലി ദൈവം നൽകി അത് പ്രാർത്ഥനയിൽ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ആത്മാവിൽ ആരംഭിക്കുന്നു. എന്നാൽ ഏതാനും മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവയിൽ നിന്നെല്ലാം അല്പം മാറി കാര്യങ്ങളൊക്കെ സുഗമമായി പോകാൻ തുടങ്ങിക്കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ ഈ മേഖലകൾ അല്പം നമ്മൾ വളർന്നു കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ ആ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ, പിന്നീട് പതുക്കെ ശരീരത്തിൻ്റെ സുഖത്തിനു വേണ്ടി ഈ മേഖലകളെ നമ്മൾ ഉപയോഗിക്കുന്ന ചില സാഹചര്യങ്ങളിൽ എത്തപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ അപകടകരമാണ് എന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളും നമ്മൾ പരിശോധിക്കണം. ശരിക്കും പ്രാർത്ഥന അനുഭവത്തിലൊക്കെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി ആരംഭിക്കുന്ന ചില കാര്യങ്ങളാകാം. എന്നാൽ അല്പകാലങ്ങൾക്ക് ശേഷം അത് വ്യക്തിപരമായ ചില താല്പര്യങ്ങളിലേക്കും സ്വാർത്ഥപരമായ ചില അനുഭവങ്ങളിലേക്കും, അല്ലെങ്കിൽ ചില വ്യക്തിപരമായ ചില ലക്ഷ്യപ്രാപ്തിയിലേക്കും ഒക്കെ കൊണ്ടെത്തിച്ച് ശരീരത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തുന്ന പല അനുഭവങ്ങളും ഇന്ന് പലരുടെയും ജീവിതങ്ങളിലുണ്ട്. ആരംഭിക്കുന്നു പ്രാർത്ഥനയിൽ, ആത്മാവിൽ, എത്തുന്നു ശരീരത്തിൽ, തിന്മയിൽ. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, സാത്താൻ അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുന്നുവെന്ന് പത്രോസുകാരുടെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്. ആത്മാവിൽ ആരംഭിക്കുന്ന, ആത്മാവിൽ വളരുന്ന, ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തികളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തകർക്കുവാനായി സാത്താൻ പ്രലോഭനങ്ങളുമായി കടന്നു വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അവൻ നോക്കിയിരിക്കുകയാണ്. ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുന്നുവെന്ന് വിശുദ്ധലിഖിതം പഠിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മുടെ ചില ബന്ധങ്ങളിൽ സാത്താൻ കയറി വരാം. നമ്മുടെ ചില ജോലി മേഖലകളിൽ സാത്താൻ്റെ ചില സ്വാധീനങ്ങൾ കടന്നു വരാം. അതൊക്കെ പിന്നീട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, ഇല്ലെങ്കിൽ ഒരു ജോലി മേഖലയിലൊക്കെ നമ്മൾ ആരോ ഒക്കെ ആയിത്തീർന്ന് കഴിയുമ്പോൾ അത് ഒരുപക്ഷെ അഹങ്കാരത്തിൻ്റെ മേഖലകൾ, ഇല്ലെങ്കിൽ അസൂയയുടെ മേഖലകൾ, ഇല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ മേഖലകൾ, ഇല്ലെങ്കിൽ ചില ജഡിക പാപത്തിലേൻ്റെ മേഖലകളിലേക്കൊക്കെ നയിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ. അതുകൊണ്ട് ആത്മാവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ജാഗരൂകരായി, എപ്പോഴും ആരംഭിച്ചത് ആത്മാവിലാണെങ്കിൽ ആത്മാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ചില പ്രവണതകളെ, ചില ചിന്തകളെ, ചില സ്വാർത്ഥതകളെയൊക്കെ തൃപ്തിപ്പെടുത്തുവാനുള്ള ചില പ്രേരണകളുണ്ടാകുമ്പോൾ അതിലേക്ക് നീങ്ങിപ്പോകാതെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കിക്കൊണ്ട് ആത്മാവിൽ അഭിഷേകം പ്രാപിച്ച് കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കി മുന്നോട്ട് പോകുവാനുള്ള വിളിയാണ് സഹോദരങ്ങളെ ഈ വിശുദ്ധ ലിഖിത ഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്നത്. ഇന്ന്
ആത്മാവിൽ നമ്മൾ ആരംഭിക്കുന്നത് ആത്മാവിൽ തന്നെ അവസാനിപ്പിക്കുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി, ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് എപ്പോഴും ജാഗരൂകതയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ വ്യക്തിബന്ധങ്ങളിലോ ജോലി മേഖലകളിലോ ഏതെങ്കിലുമൊക്കെ ചിന്തകളിലോ കുടുംബജീവിതത്തിലോ വിവാഹബന്ധത്തിൽ പോലും, പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ ശരീരത്തിൻ്റേതായ ചില സുഖങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ചില പ്രേരണകളുണ്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ തകർന്നു പോകുന്നത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളാണ്. ആത്മാവിൽ ആരംഭിച്ച ദൈവിക പദ്ധതികൾ തകർന്നു പോകുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിതത്തിൻ്റെ അവസാനം വരെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് ആത്മാവിൽ ആരംഭിച്ച് ആത്മാവിനോട് കൂടെ വസിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ കൃപയ്ക്ക് വേണ്ടി ഈ മെയ് മാസത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് ശക്തി സംഭരിക്കാം. ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ആരംഭിച്ച ഓരോ കാര്യവും ആത്മാവിനോട് ചേർന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പുത്രനായ ദൈവത്തിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും മഹത്വത്തിന് വേണ്ടി, ത്രിത്വിക ദൈവം നമ്മുടെ ശരീരത്തിൽ മഹത്വപ്പെടുന്നതിന് വേണ്ടി ആത്മാവിൽ തന്നെ ജീവിച്ച് മരിച്ച് ദൈവത്തിന് എത്തിപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം പോഷന്മാരല്ലാതെ ആത്മാവിൽ ജ്ഞാനികളായി ജീവിതത്തിൻ്റെ അവസാനം വരെ വിശുദ്ധിയും വിശ്വസ്തതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന, നമ്മുടെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഓരോ മക്കളെയും ദൈവത്തിന് സമർപ്പിച്ച് ദൈവാത്മാവിൽ ജീവിച്ച് മരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.